ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവനെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് UK നിന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയാണ്. പ്രാരംഭത്തിൽ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. തൻ്റെ ഇന്നലകളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം വലിയ മറുപടി പറഞ്ഞു. UK സ്വന്തമായൊരു ഭവനം മേടിക്കുവാൻ ദൈവം സഹായിച്ചു. അതിനുവേണ്ടി ഈ സഹോദരി ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കഥാവ് ആ പ്രാർത്ഥനയ്ക്ക് വലിയ മറുപടി കൊടുത്തതിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. അടുത്ത പ്രാർത്ഥനാ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇനിയുള്ള പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ മകന് പൂർണ്ണമായൊരു വിടുതൽ വരേണ്ടതിനായിട്ട് താൻ നഴ്സറിയിൽ പോകുന്നു. ദൈവം അത്ഭുതകരമായി തൻ്റെ സംസാരത്തിൽ തൻ്റെ ആക്ടിവിറ്റിയിലെല്ലാം ഒരു അത്ഭുത വിടുതൽ അയക്കേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. മാതാപിതാക്കൾക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞായി ആ കുഞ്ഞ് തീരുന്നതിനായി സ്തോത്രം. അതേപോലെ തന്നെ തൻ്റെ മാതാവിനെ തിങ്കളാഴ്ച മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 2-ാം തീയതിയിൽ റേഡിയേഷനുള്ള സമയമാണ്. അതിനകത്ത് വേഗത്തിൽ ഒരു അത്ഭുത വിടുതലും സൗഖ്യം വെളിപ്പെടേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് താൻ പുതിയ വീട് വാങ്ങിയെടുത്തുനിന്ന് തൻ്റെ ജോലി സ്ഥലം ഇപ്പോൾ 1.5 മണിക്കൂറാണ് അറിയുക. അതിനകത്തുനിന്ന് വീടിനടുത്തേക്ക് ഒരു ജോലി ലഭിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ എത്ര പേർ മകളുടെ പൂർണ്ണമായ ആ സൗഖ്യത്തിനായിട്ട്, അതേപോലെ തന്നെ മാതാവിൻ്റെ റേഡിയേഷൻ അത്ഭുതകരമായി നടക്കുകയും പൂർണ്ണ സൗഖ്യം വെളിപ്പെടുകയും ചെയ്യേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് വേഗത്തിൽ ഒരത്ഭുത വിടുതൽ സംഭവിക്കുകയും അടുത്ത് ട്രാൻസ്ഫർ ലഭിക്കുകയും ചെയ്യേണ്ടതിനായിട്ട്, ജോലി ലഭിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കണം, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുവാനായിട്ട്, ദൈവത്തിൻ്റെ വലിയ കരം കാണുവാനായിട്ട് കണ്ണുകളൊന്ന് അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് വാക്കുമാറാത്തവനാക്കിയാൽ, ദൈവമേ അങ്ങ് വിടുവിക്കുന്ന ദൈവമാക്കിയാൽ ഞങ്ങൾ പൂർണ്ണമായി അങ്ങയുടെ കരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഇതൊരു അത്ഭുതത്തിൻ്റെ സമയമാക്കണമേ, ഇതൊരു ദൈവപ്രവൃത്തിയുടെ സമയമാക്കണമേ. യേശുവേ, തിരുരക്തത്തിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ തന്നെ പരിശുദ്ധാത്മാവ് ഒരളവിന് മേളിൽ കർത്താവെ ഈ സഹോദരിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. കർത്താവ് കൊടുത്ത വീടിനായി നന്ദി. അതിൻ്റെ ഇന്റീരിയർ വർക്കെല്ലാം വേഗത്തിൽ തീരുകയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവിടെ താമസിക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവെ, അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ഇപ്പോൾ ആ മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആ മകൻ്റെ നാവിനെ അങ്ങ് തൊടുന്നതിനായി സ്തോത്രം. കർത്താവ് നഴ്സറിയിൽ പോകുമ്പോൾ തന്നെ എല്ലാവരുമായി സംസാരിക്കുവാൻ കർത്താവ് അനുഗ്രഹിക്കണമേ. അപ്പോൾ ആ കുഞ്ഞിനെ അങ്ങ് പൂർണ്ണമായി വിടുവിച്ചതിനായി നന്ദി. കർത്താവെ, അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് മാതാവിന് അറിയാം മാർച്ച് 2-ാം തീയതി നടക്കുന്ന റേഡിയേഷനിൽ അത്ഭുതകരമായി സൗഖ്യം വിടുതലും അയക്കണമേ. വേഗത്തിൽ ആ ട്രീറ്റ്മെൻറ്റുകളിൽ പുറത്തു വരുവാൻ ആ മാതാവിനെ സഹായിക്കണമേ. അപ്പോൾ അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് കർത്താവെ ഈ സഹോദരിയുടെ ജോലിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീടിനടുത്തായിട്ട് അറിയാം തനിക്കൊരു ജോലി ലഭിക്കേണ്ടതിനായിട്ടും കർത്താവ് അത്ഭുതകരമായി തന്നെയും കുടുംബത്തെയും ഉയർത്തുകയും ചെയ്യുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിലൊരു വലിയ വിടുതൽ സംഭവിക്കണമേ. ഈ കുടുംബത്തിനകത്തൊരു ദൈവപ്രവൃത്തിയെ നയിക്കണമേ. സ്വർഗം അത് ചെയ്തു കഴിഞ്ഞതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്നവരെ, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഓരോ പ്രാവശ്യം കടന്നു വരുന്നത്. കർത്താവിൻ്റെ വലിയ കരമാണ്, ആ മാറ്റമില്ലാത്ത സ്നേഹമാണ് ഓരോ പ്രാവശ്യവും എന്നെ മുമ്പോട്ട് നടത്തുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലവർക്ക് ഈ വചനം മാറ്റം കൊണ്ടുവരും. ഒന്നുകൂടെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്നവർക്ക് മാറ്റം കൊണ്ടുവരുന്നതുമായ തിരുവചനവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാനായിരിക്കുന്നത്. ഈ തിരുവചനത്തിൻ്റെ പ്രത്യേകത, ഈ വചനം നമുക്ക് രൂപാന്തരം കൊണ്ടുവരും. ഈ വചനം നമുക്ക് സൗഖ്യം കൊണ്ടുവരും. ഈ വചനം നമ്മുടെ കുഴിയിൽ നിന്ന് നമ്മളെ കരകയറ്റും. ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ആരംഭത്തിൽ തന്നെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പ്രതികരിക്കണം. കാരണം 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കിയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥനയോടെ കർത്താവിനോട് പറഞ്ഞാട്ടെ, എന്നെ അങ്ങ് കുഴിയിൽ നിന്ന് കരകയറ്റും. ഹല്ലേലൂയ. ഈ വചനത്തെ നിങ്ങൾ റിസീവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളായിരിക്കുന്ന അനുഭവത്തിനകത്ത് നിന്നൊരു മാറ്റം സംഭവിക്കും. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന പദത്തെ സ്വീകരിച്ചോ. ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. അതേ നിലയിൽ തന്നെ 147-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാമത്തെ വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അതിവേഗം ഓടുന്ന അവൻ്റെ വചനം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ
സ്വീകരിച്ചോ, നിങ്ങൾക്ക് ചെല്ലാൻ പറ്റാത്തിടത്ത് നിങ്ങൾ ഈ വചനത്തിന് ആമേൻ പറഞ്ഞ് ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി അയക്കപ്പെടുകയാണ്. ആ വചനം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇന്നലകളിൽ കേട്ട ആ ദൂതിനനുസരിച്ച്, ഇന്നലകളിൽ കേട്ട ആ വചന വെളിപ്പാടിനനുസരിച്ച് ഇപ്പോൾ വചനത്തിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു, ഇന്ന് ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ടെന്ന് പൂർണ്ണമായി ആ ഉറപ്പിനകത്താണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ, അതിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന് നമ്മുടെ ജീവിതത്തിനകത്ത് പുതിയത് ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. പാറയെ തകർക്കുന്ന ചുറ്റികയിലാണ് ഈ വചനം. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഈ വചനത്തെ ഒന്ന് ഉറപ്പിക്കാൻ പറ്റുമെങ്കിൽ, ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് തുറക്കാൻ പോവുകയാണ്. ആ നിലയിലൊന്ന് ആത്മാവിലൊന്ന് സ്വീകരിക്കുക. ചിലത് സംഭവിക്കട്ടെ ഇപ്പോൾ തന്നെ. ആ വിശ്വാസത്തിൽ ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് പ്രതീക്ഷകൾ അവസാനിക്കുമ്പോൾ ഹല്ലേലൂയ നാം ഒന്നാമത് നിരാശപ്പെടും. ഹല്ലേലൂയ. നമ്മളങ്ങ് ഡിപ്രഷനിലേക്ക് പോകും. നമ്മുടെ മാത്രം ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ വചനത്തിൻ്റെ പ്രത്യേകത, ഈ വചനം നിന്റെ ജീവിതത്തിനകത്ത് വെളിച്ചത്തെ കൊണ്ടുവരും. അതൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ. ഈ വചനത്തിന് ജീവനുണ്ട്. യേശു ശിഷ്യന്മാരോട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുള്ളതാണ്. ഒന്ന് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ചേർന്ന് പറ, കർത്താവിൻ്റെ വചനത്തിന് ജീവനുണ്ട്, കർത്താവിൻ്റെ വചനത്തിനകത്ത് ആത്മാവുണ്ട്. ആ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്, നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ഞാൻ അതേപോലെ തന്നെ നിന്നുകൊണ്ട് ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. തമ്പുരാൻ്റെ കരം ചലിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അസാധാരണമായ കാര്യം ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ ഒന്ന് വാസ്തവമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം ഭയങ്കരമായ നിലയിൽ ചലിക്കട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചലിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഈ വചനത്തിനകത്ത് നിൽക്കുമ്പോൾ തന്നെ, ഒന്ന്, ഈ വചനത്തിന് ജീവനുണ്ട്. 2, ഈ വചനം ഹല്ലേലൂയ എൻ്റെ പ്രകാശമാണ്. ആ പ്രകാശമാണെന്ന് പറയുമ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ഹല്ലേലൂയ, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ നിലയിൽ നിന്നുകൊണ്ടൊന്ന് ഒന്ന് ആത്മാവിൽ സ്വീകരിച്ച്, എൻ്റെ കർത്താവിൻ്റെ വചനം എൻ്റെ ജീവിതത്തിനകത്ത് ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പുസ്തകത്തിനകത്ത് കൈവച്ചിട്ട് ഞാൻ ഒന്ന് ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, നരഭോജികളെ നരസ്നേഹിയാക്കുന്ന, കൊലപാതകനെ സുവിശേഷകനാക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ നാം തിരിച്ചറിയണം. ആ നിലയിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയാണ്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് ടോർച്ച് അടിക്കുന്ന പോലെ നമ്മളിൽ പലരും ഈ ആകുലപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്നറിയോ? ഇനി മുമ്പോട്ട് എങ്ങനെയെന്നുള്ള ചോദ്യം വരുമ്പോഴാണ്. ഇനി അതെങ്ങനെ നടക്കും, അല്ലെങ്കിൽ ആ സാമ്പത്തികം അടയ്ക്കാൻ പറ്റുമോ, നമ്മുടെ ജീവിതത്തിനകത്ത് ആ തലമുറയുടെ കാര്യം നടക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മെ ആകുലപ്പെടുത്തുമ്പോൾ നമ്മളങ്ങ് ഭയങ്കരമായി സ്ട്രഗിൾ ചെയ്യും. ആ സ്ട്രഗിളിങ് പീരീഡിൽ നിന്നുകൊണ്ട് ഒരു ഭക്തൻ, ഒരു ആരാധിക്കുന്ന ദൈവ പൈതല് വിളിച്ചു പറയും, ആ മുമ്പിൽ നിൽക്കുന്ന മലയോട്, എൻ്റെ ദൈവം നിന്നെക്കാൾ വലുതാണ്. ആ നിലയിൽ ഈ വചനത്തെ നിങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും വചനത്തിനകത്ത് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഈ വചനം ടോർച്ചടിക്കുന്നത് പോലെ നിനക്ക് വേണ്ടി പുതിയൊരു വഴി തുറക്കും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിനക്ക് മുമ്പിൽ ഒരു വഴി അടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നീ ഭാരപ്പെടരുത്. 7 വഴികൾ നിന്റെ മുമ്പിൽ തുറന്നു വരാൻ പോവുകയാണ്. കാരണം എൻ്റെ നീതിമാൻ വീണാലും അവൻ വീണ്ടും എഴുന്നേക്കും എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആത്മാവിൽ സ്വീകരിക്കുക. നിന്റെ ജീവിതത്തിനകത്ത് പുതിയതെന്തോ ഒന്ന് സംഭവിക്കാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ 119-ാം സങ്കീർത്തനം 130-ാമത്തെ വാക്യം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, നിന്റെ വചനത്തിൻ്റെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും എന്ന് പറഞ്ഞാൽ, ജീവിതത്തിനകത്ത് ഇതുവരെയും തോൽവികൾ മാത്രം കണ്ടവർ ഈ വചനത്തിനകത്തൊന്ന് ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ ഈ വചനം നിനക്ക് പ്രകാശത്തെ തുറന്നു വരും. ഈ വചനം നിനക്ക് വേണ്ടിയുള്ള റൂട്ടുകൾ ഓപ്പണാക്കി തരും. വാസ്തവമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദാവീദിനോട് ചേർന്നുകൊണ്ട് ഇപ്പോൾ 18-ാം സങ്കീർത്തനം വിളിച്ചു പറയണം, ദൈവത്തിൻ്റെ വചനം തികവുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിന് അത്ഭുതങ്ങളെ കൊണ്ടുവരാൻ കഴിയും. ഹല്ലേലൂയ. അതൊന്ന് വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ഇത് തികവുള്ള വചനമാണ്. ഈ ഹല്ലേലൂയ, ഈ വചനം എൻ്റെയും നിങ്ങളുടെ കുറവുകളെ പരിഹരിക്കുന്നതാണ്. അതൊന്ന് വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ഇന്നത്തെ ഈ വചനം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുമ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം സംസാരിച്ച, ദൈവം ഇടപെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം ഇതിൽ പരാജയപ്പെടത്തില്ല കേട്ടോ. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയാം, പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ പ്രത്യേകത, അവൻ സാഹചര്യത്തെ ജയിക്കുന്നവനായിരിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിനകത്ത് ഇനി വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫറവോൻ
ഫറവോൻ പിറകിൽ വന്ന് നിൽക്കുന്നു, മുമ്പിൽ ചെങ്കടലിൽ നിൽക്കുകയാണ്, സൈഡിൽ വലിയ കൂറ്റൻ മലകൾ നിൽക്കുകയാണ്. ഇസ്രായേൽ മക്കളും ഭൂരിഭാഗം ആൾക്കാരും പിറുപിറുക്കുകയും ഭാരപ്പെടുകയും ചെയ്യുമ്പോൾ, മരണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ദൈവം അയച്ച അല്ലെങ്കിൽ ദൈവത്താൽ വിളിക്കപ്പെട്ട ഭക്തനായ മോശ വിളിച്ചു പറയുകയാണ്, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണത്തില്ല. അടുത്ത പദം വ്യക്തമാണ് കേട്ടോ, ലോർഡ് വിൽ ഫൈറ്റ് ഫോർ യു. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുന്നു. ഇന്നും സാഹചര്യത്തിനകത്ത് ഒരു വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിന്നാലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിനക്ക് മുൻപും പിൻപും വാതിലുകൾ അടഞ്ഞാലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും. ഈ പദം പറയുമ്പോൾ നിങ്ങൾ ഏറ്റെടുക്കണം കേട്ടോ. ലോകക്കാരൻ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. അവൻ മുമ്പിലും പിൻപിലും സൈഡിലുമാണ് അവൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ചെയ്യുമോ, ആരെങ്കിലും സഹായിക്കുമോ, എങ്ങനെയും വഴി തുറക്കും. പക്ഷേ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെയും നിങ്ങളുടെ വഴി ഉയരത്തിൽ നിന്നാണ് തുറക്കുന്നത്, ഉയരത്തിൽ നിന്നാണ് തുറക്കുന്നത്. അങ്ങനെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതൽ തിരിച്ചറിയേണ്ടത്, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ കാത്തിരിക്കുക എന്നുള്ളതാണ്. മടക്കാതെ കാത്തിരിക്കുന്ന വലിയ ദൈവപ്രവർത്തികൾ കാണും. ഇന്നത്തെ എൻ്റെ ചിന്ത സങ്കീർത്തനം 40-ാം അധ്യായത്തിൽ നിന്നുള്ള ചിന്തയാണ്. ആദ്യത്തെ 3 വാക്യങ്ങളിൽ നിന്ന്, ഒരു ഭക്തൻ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നാൽ അവന് വേണ്ടി 7 നന്മകൾ തുറന്നു വരുമെന്നുള്ളതാണ്. ഒറ്റ കാര്യമാണ് ഒരു ഭക്തനായ വ്യക്തി ചെയ്യുന്നത്, ജസ്റ്റ് വെയിറ്റ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ആ പേഷ്യൻ്റ് ഹല്ലേലൂയ അവൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. എൻ്റെ കർത്താവ് എന്നെ നിരാശപ്പെടുത്തത്തില്ല. ഞാൻ ആത്മാവിൽ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളോടൊരു കാര്യം ഓർപ്പിക്കട്ടെ. ഇത് 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്ന ആ മനുഷ്യനോട്, അവനോട് പ്രാർത്ഥന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ഒറ്റ കാര്യം പറയാനുള്ളൂ, ആ വെള്ളത്തിലേക്ക് ഇറക്കാൻ എന്നെ സഹായിക്കാനായിട്ട് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ എനിക്ക് മുമ്പേ ബലമുള്ള ഒരാൾ ആ സൗഖ്യമായി പോകുകയാണ്. അവൻ്റെ ചിന്ത എന്ന് പറയുന്നത് വെള്ളത്തിൽ ഇറങ്ങിയാലേ വിടുതൽ നടക്കത്തുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ നീണ്ട 38 വർഷമായിട്ടും ആ ദൂതന്മാരുടെ ചലനം കണ്ടവൻ, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ദൂതൻ ഇറങ്ങുന്നത് അവൻ കാണുന്നുണ്ട്. ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്, 38 വർഷത്തെ കണക്കനുസരിച്ച് 114 പ്രാവശ്യം ദൂതന്മാർ അവൻ്റെ മുമ്പിലൂടെ കുളം കലക്കാൻ ഇറങ്ങിയിട്ട്, എന്ന് പറഞ്ഞാൽ ഒരു വർഷം 3 പ്രാവശ്യമാണ് ദൂതൻ ഏതോ സമയങ്ങളിൽ ഇറങ്ങുന്നത്. ഈ കാത്തിരിപ്പിനകത്ത് ഈ മനുഷ്യനോട് നമ്മൾ ചോദിച്ചാൽ പറയും, മടുത്തു പോകേണ്ടതല്ലേ, ജീവിതത്തിനകത്ത് ഇനിയൊന്നും നടക്കത്തില്ല, സാധ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്. പക്ഷേ ഈ മനുഷ്യൻ്റെ കാത്തിരിപ്പ് 38 വർഷമായിട്ട് മടുക്കാത്തതിൻ്റെ കാരണം, അവൻ ഒരു കാര്യം അവൻ്റെ ഹൃദയത്തിൽ ഉറപ്പായിരിക്കും, ദൂതനുണ്ടെങ്കിൽ ദൂതന് മുകളിൽ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്നും ഇതേപോലെ കാത്തിരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, 38-ാമത്തെ വർഷം അവൻ കിടക്കുന്നത് ദൂരത്ത് നിന്ന് കണ്ടിട്ട് യേശു അവൻ്റെ അടുക്കിലേക്ക് വന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന കാത്തിരിക്കുന്നവരോടുള്ള ദൂതാണ് ഞാൻ കൈമാറുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ കാത്തിരിക്കുന്നയാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അടുത്ത ഏതോ മണിക്കൂറുകൾ ഒരു വിടുതൽ വരികയാണ്. ഇനി നിങ്ങളൊരു ചരിത്രമാകാൻ പോവുകയാണ്. ഈ 38 വർഷമായി കുളക്കടവിൽ കിടക്കുന്നവൻ ആ സ്ഥലത്തൊരു ചരിത്രത്തെ കുറിക്കാൻ പോവുകയാണ്. എന്താ ചരിത്രം എന്ന് ചോദിച്ചാൽ, ഇതുവരെയും ബെഥെസ്ദയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ആരെങ്കിലും ആ കുളത്തിൽ ഇറങ്ങിയാലേ അവന് സൗഖ്യം കിട്ടത്തുള്ളായിരുന്നു. പക്ഷേ ഈ കാത്തിരിക്കുന്നവൻ്റെ പ്രത്യേകത, അവനൊരു ചരിത്രം തിരിക്കാൻ പോകുന്നു. അവനെ ചുമന്ന കിടക്കയും എടുത്ത് യേശുവിൻ്റെ മുമ്പിൽ അവൻ എഴുന്നേൽക്കാൻ പോവുകയാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരും കാത്തിരിക്കുന്നവരുമാണെങ്കിൽ നിങ്ങൾ ചരിത്രം കുറിക്കുന്നവരാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതാ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ എഴുന്നേൽപ്പുകൾ സംഭവിക്കാൻ പോകുന്നു. ഇതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ചിലരോട് പ്രോമിസുകൾ, വാഗ്ദത്തത്തെ വിളിച്ചു പറയുന്നു. യഹോവയെ കാത്തിരുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറാൻ തുടങ്ങും. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ എന്നെ കാണുന്നവർ സ്വീകരിക്കാൻ തയ്യാറാകണം. ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ചിറകടിയുടെ ശബ്ദം വെളിപ്പെട്ട് വരികയാണ്. നീ എവിടെ ഒതുങ്ങുമെന്ന് നിന്നെ നോക്കി ശത്രു പറഞ്ഞെടുത്തുന്ന നീ ഇതാ പൊങ്ങാൻ പോവുകയാണ്. നിന്റെ മേളിൽ അസാധാരണമായി ചലനം നടക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വാസമായിട്ടും സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവെ ഭയങ്കരമായ നിറവ്, ഭയങ്കരമായ ചലനം ഇതാ അനേകരുടെ മേളിൽ ചലിക്കുന്നു. ഞാനിത് ആത്മാവിനത് കാണുകയാണ്. ചിലരിയ്ക്കുന്നിടത്ത് ഒരു സ്പർശനം നടക്കുകയാണ്. എൻ്റെ കർത്താവ് 12 വർഷമായ രക്തസാവസ്ത്രയുടെ ആ വലിയ വിടുതൽ അയക്കുന്നത് പോലെ, അവരുടെ ജീവിതത്തിനകത്ത് സ്വസ്ഥത പകരുന്നത് പോലെ ഒരു സ്പർശനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കുകയാണ്. നിങ്ങൾ ആൾ മാറിയവരെ പോലെ നിങ്ങൾ സ്വസ്ഥതയിലേക്ക് നടക്കുകയാണ്. എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ. ഇതാ ഞാൻ നിങ്ങളുടെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് വാഗ്ദത്തം പ്രാപിക്കേണ്ടതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക്, അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കുകയാണ്. നിങ്ങൾ കേട്ട ദൂതുകൾ നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ
നിങ്ങൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ പൂർണ്ണമായി കാത്തിരിക്കുന്നവരാകണം. കർത്താവെ, ഞാൻ ഒരുമിച്ച് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങിവർക്ക് വേണ്ടി അസാധാരണമായ ഒരു ദൈവപ്രവൃത്തി അയക്കാൻ പോവുകയാണ്. ഇന്നും കാത്തിരിക്കുന്ന ചിലവർക്ക് വേണ്ടി അടുത്ത മിനിറ്റിൽ മടുത്തു പോകാതെ വാതിൽക്കൽ മുട്ടുന്നത് പോലെ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഒരു എഴുന്നേൽപ്പ് സംഭവിക്കാൻ പോവുകയാണ്. അത് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ സ്വീകരിക്കുക. നിന്റെ വാഗ്ദത്തത്തിൻ്റെ കാലം ഇതാ തുറന്നു വരാൻ പോകുന്നു. നിനക്ക് വേണ്ടി ആ ജോലിയുടെ വാതിൽ, നിന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് നിന്റെ അവിവാഹത്തിൻ്റെ വാതിൽ ഇതാ തുറന്നു വരികയാണ്. നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വാഗ്ദത്തങ്ങളെ പ്രാപിക്കണമെങ്കിൽ കാത്തിരിക്കണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് 25-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം പറയുന്നു, നിന്നെ കാത്തിരുന്ന ഒരുവനും ലജ്ജിച്ചു പോകത്തില്ല, വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകുന്നു. ഈ വചനത്തിനകത്തൊരു ഭയങ്കര ആഴമുണ്ട്. ദൈവത്തെ കാത്തിരുന്ന ഒരാൾ പോലും ജീവിതത്തിനകത്ത് വിടുതൽ കാണാതിരുന്നിട്ടില്ല. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ജീവിതാനുഭവമാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഈ ആഴത്തെ തുറക്കുന്നത്. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തോ വലിപ്പം ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിങ്ങളുടെ ഭാരത്തെ എടുത്തുകൊണ്ട് പോകാൻ പോവുകയാണ്. കർത്താവെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുകയാണ്. കാത്തിരിക്കുക. കാത്തിരിക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്യുന്ന നന്മകളെക്കുറിച്ച് നാം ചിന്തിക്കാൻ പോവുകയാണ്. മീഖാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക്, ഞാനോ യഹോവെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചനത്തെ വ്യക്തമായി സ്വീകരിക്കണം. ഇതാ മീഖാ പ്രവാചകനിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഞാനോ യഹോവെങ്കിലേക്ക് നോക്കും, ഞാൻ എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇതൊരു ഉറപ്പാണ്. ഹല്ലേലൂയ. ആ ഉറപ്പിനകത്ത് നിന്നുകൊണ്ട് ഇതാ സങ്കീർത്തനം 40-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരികയാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഇംഗ്ലീഷിൽ നോക്കിയാൽ ഐ വെയിറ്റഡ് പേഷ്യൻ്റ്ലി. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ, കർത്താവിന് വേണ്ടി ഒരാൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒന്ന് കാത്തിരിക്കുന്നതിന് വേണ്ടി താഴോട്ടുള്ള 7 നന്മകൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കാം. ഏത് വിഷയത്തിനകത്താണോ നിങ്ങൾ ഭാരപ്പെട്ടത്, ആ വിഷയത്തിനകത്ത് ഇന്നു മുതൽ ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം, മനുഷ്യനെ നോക്കി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ പലതിനകത്തും നിരാശപ്പെടാം. പക്ഷേ എൻ്റെ കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ അതൊരു ഭയങ്കര മഹത്വമായിരിക്കും. ഹല്ലേലൂയ. ഞാൻ ആരോടൊക്കെയോ വിളിച്ചു പറയുന്നു, ഇതാ ലാസറിൻ്റെ സഹോദരിമാർ ലാസറിൻ്റെ ദീനം അറിയിക്കുവാനായി യേശുവിൻ്റെ അടുക്കലേക്ക് ആളയക്കുകയാണ്. ആളയക്കുമ്പോൾ യേശു കർത്താവ് ആ ദീനത്തെ നോക്കി പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ല, ദൈവപുത്രൻ മഹത്വം എടുക്കേണ്ടതിന് വേണ്ടിയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് പറ, നാം ചിന്തിക്കുന്ന പോലല്ല. പലതിനകത്തും നാം വെയിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ദൈവം ഒരു ഭയങ്കര മഹത്വം വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, മരിച്ച് 4-ാമത്തെ ദിവസം അയക്കുമ്പോൾ, മരിച്ച് നാറ്റം വെച്ച് 4-ാമത്തെ ദിവസം വെയിറ്റ് ചെയ്തവർക്കൊരു ഭയങ്കര മഹത്വമായി യേശു കർത്താവ് ആ കല്ലറയുടെ മുമ്പിലേക്ക് വരികയാണ്. ഒന്നുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തൻ്റെ സഹോദരിമാരോട് യേശുവിന് പറയാനുള്ളതൊന്ന്, വിശ്വസിച്ചാൽ മഹത്വം കാണുമെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നീണ്ട ദിവസങ്ങൾ വെയിറ്റ് ചെയ്തവന് പട്ടണം കാണുക ഒരു ഭയങ്കര മഹത്വത്തെ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. അങ്ങനെ ഇതാ നാം ചിന്തിക്കുന്ന സങ്കീർത്തനത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയാണ്, ഞാൻ യഹോവയ്ക്കായി കാത്തു നിന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം അസാധാരണമായൊരു പ്രവൃത്തി അയക്കും. ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറയാം. ലോകപ്രകാരം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഇതാ നിങ്ങളെ വിളിച്ചു ഒരു രാവിലെ പറയുന്നു, അല്ലെങ്കിൽ ചില ദിവസങ്ങൾക്ക് മുമ്പേ പറയുന്നു, ഇന്ന ഡേറ്റിൽ അല്ലെങ്കിൽ ഇന്ന ദിവസം ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് വരികയാണ്. അങ്ങനെ ഏറ്റവും സ്നേഹിക്കുന്ന ആ ബന്ധത്തിലുള്ളവരാണ് വരുന്നതെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി ഫുഡ് അറേഞ്ച് ചെയ്യും. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളൊരു ഉച്ച സമയം ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരും. ഹല്ലേലൂയ. അങ്ങനെ വലിയ നിലയിൽ നമ്മൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് ഉച്ച സമയം ഒരു 12:30 ആകുമ്പോൾ തന്നെ നമ്മൾ ആ ഡൈനിങ് ടേബിളെല്ലാം ഹല്ലേലൂയ ക്ലീൻ ചെയ്ത് അവർക്കുള്ളതെല്ലാം കരുതിക്കൊണ്ട് നമ്മൾ ആ ക്ലോക്കിലേക്ക് നോക്കാൻ തുടങ്ങും. 1 മണിയാകുന്നു. 1 മണി കഴിഞ്ഞ് ഒരു 1:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ അവരെ വിളിക്കും, നിങ്ങൾ എവിടെ എത്തി? ഹല്ലേലൂയ. അവർ പറയും, ഓൺ ദ വേ ആണ്, ഞങ്ങളിതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ വെയിറ്റ് ചെയ്യും. 2 മണി കഴിയുന്നു. 2:30 ആകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ വിളിക്കും, ഹല്ലേലൂയ, ഞങ്ങൾ എവിടെ എത്തി? അവർ പറയും, ഞങ്ങൾ ട്രാഫിക്കിനകത്താണ് ആയിരിക്കുന്നത്. ഹല്ലേലൂയ, ഞങ്ങളിപ്പോൾ വരും. ഹല്ലേലൂയ. 3 മണി ആയപ്പോഴത്തേക്ക് നമ്മുടെ ക്ഷമ നഷ്ടപ്പെടുകയാണ്. നമ്മൾ വിളിച്ചു, ഹല്ലേലൂയ, ഫുഡെല്ലാം തണുത്തു പോകുന്നു, നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ മറുഭാഗത്ത് നിന്ന് ആൻസർ വരികയാണ്, സോറി, ഇന്ന് വരാൻ പറ്റുമെന്ന് അറിയത്തില്ല, വാഹനം കേടായി. അല്ലെങ്കിൽ സാഹചര്യം അവർ പറയുകയാണ്. നമ്മുടെ മുഖത്തെ എല്ലാ ചിരിയും പോകും, നമ്മുടെ സന്തോഷം എല്ലാം പോകും, കഴിഞ്ഞ മണിക്കൂറുകൾ പ്രയത്നിച്ചതെല്ലാം നഷ്ടമാകുമെന്ന് പറയും. ഹല്ലേലൂയ. എന്നാൽ
ഞാൻ ആരെയൊക്കെ നോക്കി ആത്മാവിൽ വിളിച്ചു പറയുന്നു, യഹോവയെ കാത്തിരുന്നവൻ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ കാത്തിരിക്കുന്നവൻ, ഹല്ലേലൂയ, ഇതാ 40-ാം സങ്കീർത്തനത്തിനകത്ത് നിന്ന് വിളിച്ചു പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അങ്ങനെ കാത്തിരിക്കുന്നവന് വേണ്ടി 7 നന്മകൾ ഞാൻ നിങ്ങളെ നോക്കിയെന്ന് വിളിച്ചു പറയുകയാണ്. ഒന്നാമത്തെ നന്മ അതേ വാക്യത്തിനകത്ത് 2ാമത്തെ സെന്റൻസ് ആണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വരണമെന്ന് ഓർപ്പിക്കുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ഒന്നാമത്തെ ചിന്ത അവിടെ കൊടുത്തിരിക്കുന്നത് അവൻ എങ്കിലേക്ക് ചാഞ്ഞു വന്നു. കാത്തിരിക്കുന്ന ഓരോ ദൈവമക്കൾ തിരിച്ചറിയേണ്ടത് ഏതോ മിനിറ്റിൽ ഏതോ സമയത്ത് സർവശക്തൻ നിന്റെ അടുക്കിലേക്ക് വരികയാണ്. നീ അവൻ്റെ അടുക്കിലേക്കല്ല പോകുന്നു, നീ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ആ വെയിറ്റ് ചെയ്യുന്നിടത്തേക്ക് ഒരു മരം ചായച്ചു വരുന്നത് പോലെ എൻ്റെ ദൈവം അടുത്തു വരികയാണ്. വെയിറ്റ് ചെയ്യുന്നവൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുന്നൊരു ദൈവം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ 38 വർഷം കുളക്കടവിൽ കിടക്കുന്നവൻ്റെ അടുക്കിലേക്ക് വന്നവൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. ആത്മാവിൽ ഈ പറയുന്ന പദത്തെ സ്വീകരിക്കണമേ. നാളുകൾ കരഞ്ഞുകൊണ്ട്, നാളുകൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവൻ്റെ അടുക്കിലേക്ക്, ഹല്ലേലൂയ, വലിയ വാദ്യഘോഷമില്ലാതെ, വലിയ അലങ്കാരമാലകളില്ലാതെ, ഇതാ കോടാനുകോടി ദൂതന്മാർ ആരാധിക്കുന്ന സൃഷ്ടിതാവ് അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. ഇതാണ് രക്ഷയുടെ സമയം. ഇതാണ് കണ്ണുനീര് തുടയ്ക്കുന്ന സമയം. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആർക്കൊക്കെയോ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുകയാണ്. ലോകക്കാർക്കാർക്കും മനസ്സിലാകാത്തതുപോലെ നിന്റെ ഏകാന്തതയിൽ, നിന്റെ ഒറ്റപ്പെടലിൽ ഇതാ സർവശക്തൻ നിന്റെ അടുക്കിലേക്ക് വരികയാണ്. നിന്റെ വിഷയത്തിന് പരിഹാരവുമായിട്ട് ഒന്ന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ഒന്നാമത്തെ വിഷയം ഇതാ അവൻ എൻ്റെ അടുക്കിലേക്ക് ചാഞ്ഞു വന്നു. 2ാമത്തെ ചിന്ത അതിനകത്ത് തന്നെ നിൽക്കുകയാണ്, എൻ്റെ നിലവിളിയെ അവൻ കേട്ടു. ഹല്ലേലൂയ. 1 അവൻ എനിക്കിലേക്ക് ചാഞ്ഞു വന്നുവെങ്കിൽ 2 അവൻ്റെ നിലവിളി കേൾക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഇതാ 2ാമത്തെ ചിന്ത, നീ ഏത് വിഷയത്തിനകത്താണോ കരഞ്ഞുകൊണ്ടിരുന്നത് ആ നിലവിളിയെ കേട്ട ഒരു ദൈവമുണ്ട്. നിന്റെ നിലവിളി കേട്ടിട്ടും നിന്റെ അവസ്ഥ കണ്ടിട്ടും നിന്നെ വിട്ട് മാറിപ്പോയെങ്കിൽ ഇന്ന് ഈ വചനം ഞാൻ ആത്മാവിൽ പറയുമ്പോൾ എൻ്റെ ദൈവം നിന്നോട് വ്യക്തമായി പറയുകയാണ്, കാത്തിരുന്നവൻ ലജ്ജിക്കത്തില്ല. ഇതാ നിന്റെ നിലവിളിക്കൊരു മറുപടി വരികയാണ്. 3ാമത്തെ ചിന്ത ഇതാ 2ാമത്തെ വാക്യത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. ഈ 2ാമത്തെ വാക്യത്തിൽ ഇതാ 3-4 കാര്യങ്ങളുണ്ട്. 1, നാശകരമായ കുഴി. തീർന്നെന്നും ഒത്തിരി പേര് പറഞ്ഞതാണ്. അറിയാം, യോസഫിനെ തൻ്റെ സഹോദരന്മാരെല്ലാം എടുത്ത് പൊട്ടക്കിണറ്റിലിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചിന്തയിൽ ഇനി ഇവൻ തീർന്നു, ഇവൻ്റെ സ്വപ്നം തീർന്നു, ഇവൻ ദൈവത്തെ കണ്ടതെല്ലാം വെറുതെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ കുഴിയിൽ നിന്ന് കരകയറ്റുന്ന ദൈവം, ഹല്ലേലൂയ, ആത്മാവിൽ നിന്ന് സ്വീകരിച്ച് ഇതാ നാശകരമായ കുഴിയിൽ നിന്ന് കരകയറ്റുന്ന ദൈവം, ഹല്ലേലൂയ. ഇതേ നിലയിൽ തന്നെ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. കാത്തിരിക്കുന്ന ഒരു ഭക്തന് വേണ്ടി 3ാമത്തെ ചിന്ത, ഏത് നാശകരമായ കുഴിയിലാണോ നിൽക്കുന്നത് കരകയറ്റുന്ന ഒരു ദൈവം, ഹല്ലേലൂയ. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് 2ാമത്തെ വാക്യത്തിനകത്ത് 4ാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. കുഴഞ്ഞ ചെറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. കുഴഞ്ഞ ചെറ്റിൽ എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിനകത്തും കുഴഞ്ഞുപോയി വാസ, ആ കുടുംബ വിഷയത്തിനകത്തും കുഴഞ്ഞുപോയി, എൻ്റെ ജീവിതത്തിനകത്ത് ഇനി കര കയറാൻ പറ്റുമെന്ന് തോന്നില്ല, ആ ജോലി വിഷയത്തിനകത്ത്, ആ കോടതി വിഷയത്തിനകത്ത് ഞാൻ കുഴഞ്ഞു എന്ന് പറയുമ്പോൾ എൻ്റെ കർത്താവ് പറയാണ്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നമ്മെ കയറ്റി. ഇത് രക്ഷയുടെ അനുഭവമായി നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ജീവിതത്തിനകത്ത് ഇനി ഒരു മാറ്റവും വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലോകപരമായി ജീവിതം തീർന്നെന്ന് പറയുമ്പോൾ രക്ഷയുടെ സ്നേഹം നിന്നെ തേടി വരികയാണ്. നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അനേകർ തെല്ലിയ, ഹല്ലേലൂയ, ആ മദ്യപാനത്തിൽ, ആ ലോകപരമായുള്ള ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു, എല്ലാവരും തെല്ലിയെടുത്തുന്നു. ഇതാ നിന്നെ കയറ്റി നിർത്തുന്ന രക്ഷയുടെ സന്തോഷം, ഹല്ലേലൂയ. ഒന്ന് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഇന്ന് ഇതേപോലെ 1 അവൻ എൻ്റെ അടുക്കലേക്ക് ചാഞ്ഞു വന്നു, 2 അവൻ്റെ നിലവിളി കേട്ടു, 3 നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ കയറ്റി, 4 കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി. 5ാമത്തെ ചിന്ത അടുത്ത പദത്തിലുണ്ട്. അടുത്ത പദത്തിലേക്ക്, എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ 5ാമത്തത്, എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി. ഇനി ഒരിക്കലും വീണു പോകാത്ത രീതിയിൽ, ഇനി ഒരിക്കലും താണു പോകാത്ത രീതിയിൽ ക്രിസ്തു എന്ന പാറയിൽ നിന്നെ അവൻ ഉറപ്പിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ നിനക്കിന്നൊരു രക്ഷിതാവ് വരികയാണ്. നിന്റെ വിഷയങ്ങളെ നോക്കാൻ കഴിയുന്ന ഒരു അപ്പൻ നിനക്ക് വേണ്ടി വെളിപ്പെടുകയാണ്. ഇതാ ഒരു ബന്ധം, നിന്നെ അവൻ പാറയിൽ നിർത്തുകയാണ്. നിന്റെ കാലുകളെ അവൻ പാറമേൽ നിർത്തി. അടുത്ത പദം പറയുന്നു, എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി. ഇനി വീണു പോകുന്നൊരു ഓട്ടമല്ല, ഇനി മുമ്പോട്ട് വഴി അറിയാതല്ല നീ നിൽക്കാൻ പോകുന്നത്.
നിന്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. മാൻനീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി അവൻ തീർക്കുകയാണ്. ആരാധിക്കുന്ന ഭക്തൻ തിരിച്ചറിയണം, ആരാധന ഒരു ആയുധമാണ്. നിന്നെ ബന്ധിക്കുവാൻ ഈ ഉലകത്തിലെ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. നിന്റെ കരമടിയും നിന്റെ ആരാധനയും നിന്നെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ 6 ചിന്തകൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. 1, അവൻ എൻ്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞു. 2, അവൻ എൻ്റെ നിലവിളി കേട്ടു. 3, നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ കയറ്റി, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി. 4, അഞ്ചാമത്തത് എന്നെ അവൻ പാറമേൽ നിർത്തി. 6, എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി. 7, ഏറ്റവും വലിയൊരു അനുഭവമാണ്. 7ാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരികയാണ്. 3ാമത്തെ വാക്യം, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമുക്ക് ദൈവത്തിന് സ്തുതി തന്നെ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ 7ാമത്തെ ചിന്ത, ഈ 6 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ആയിരിക്കുന്നതെല്ലാം പുതിയതിലായിരിക്കും. നിന്റെ അവസ്ഥകൾ മാറും. ഇന്നലത്തെ പരാതികൾ മാറുകയാണ്. ഇന്നലത്തെ കണ്ടവരുടെ സംസാരം മാറുകയാണ്. ഇതാ നിന്റെ നാവിൽ പുതിയൊരു പാട്ട് തരികയാണ്. ദൈവത്തെ സ്തുതിക്കാൻ തക്കവണ്ണം, ദൈവത്തെ ഉയർത്താൻ തക്കവണ്ണം നിന്റെ നാവുകളെ ദൈവം ബലപ്പെടുത്താൻ പോകുന്നു. അവൻ എൻ്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നു. വാസ്തവമായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്തുതിക്കുക. ഒറ്റ കാര്യമാണ് ഭക്തൻ ചെയ്തത്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ഈ കാത്തിരിക്കുന്നവൻ്റെ ജീവിതത്തിനകത്ത് ഇതാ 7 കാര്യങ്ങൾ ദൈവം ചെയ്യുകയാണ്. ഈ 7 കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇതാ 3ാമത്തെ വാക്യത്തിന്റെ അവസാനം കൂടെ നാം തിരിച്ചറിയണം. അതൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിച്ചോ. നിന്റെ നാവിൽ പുതിയ പാട്ട് വരെ വന്നാൽ, ആ പുതിയ പാട്ടെന്ന് പറയുന്നത് കണ്ണുനീരിൻ്റെ അല്ല കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയതെന്തോ കർത്താവ് ചെയ്തെന്നുള്ള ആ ആഴമേറിയ സ്നേഹത്തിൻ്റെ പാട്ടാണ്. ആ പാട്ടിനകത്ത് നിൽക്കുന്നവരോട് ദൈവത്തിനൊന്ന് പറയാനുണ്ട്. ഇനി ഒരു കാര്യം കൂടെ, 7 കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ നിന്നെ കാണുന്നവർക്ക് ഉണ്ടാകുന്ന അനുഭവം, അതുകൊണ്ടൊന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഈ 7 കാര്യങ്ങൾ കാത്തിരുന്നവൻ്റെ മേളിൽ സംഭവിച്ചു കഴിയുമ്പോൾ നീ ഒരു സാക്ഷിയായിരിക്കും. നിന്നെ കണ്ട് പലരും ദൈവത്തെ ഭയപ്പെടും. അതെ, അനേകർ ദൈവത്തിലേക്ക് ആശ്രയിക്കാൻ പോവുകയാണ്. ആ പട്ടണത്തിനകത്ത്, ആ ഭവനത്തിനകത്ത്, ആ സഭയിൽ നീ ഒരു വലിയ സാക്ഷിയായി മാറാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ടൊന്ന് പ്രാർത്ഥനയിൽ, കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുകയാണ്, കാത്തിരിക്കുന്ന ഒരു ഭക്തന് വേണ്ടി, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ കരം ചലിക്കും. ഞങ്ങളത് അധികമായി വിശ്വസിക്കുന്നു. ദൈവമേ, ഇന്ന് എന്നെ കാണുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി അയക്കാൻ പോകുന്നതിനായി നന്ദി. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, ഈ ദിവസങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനകളിലേക്ക് നിങ്ങൾ മടിക്കാതെ കടന്നു വരാൻ തയ്യാറാകണം. നമുക്ക് തൃശ്ശൂരിലും എറണാകുളത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും ആരാധന നടക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ ഉറപ്പിച്ച് ഈ കാണുന്ന നമ്പറുകൾ വിളിച്ചുകൊണ്ട് ആരാധനയിലേക്ക് കടന്നു വരേണ്ടതിനായിട്ട്, അതേപോലെ തന്നെ ഈ കാണുന്ന നമ്പറിൽ പ്രാർത്ഥനയ്ക്കായി വിളിക്കാൻ കഴിയും. നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കണമെന്ന് ഉറപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ, അധികത്തിൽ അനുഗ്രഹിക്കട്ടെ. ഒന്ന് കണ്ണുകളെ നടക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അസാധാരണമായതൊന്നും അങ്ങ് ചെയ്യാൻ പോകുന്നതിനായി നന്ദി. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലിലേക്ക് ഇവർ നടക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ രക്തത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ, ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം അങ്ങ് ചെയ്യുന്നതിനായി നന്ദി. ഇവർക്ക് വേണ്ടി ദൈവികമായ വിടുതലുകൾ നയിക്കുന്നതിനായി നന്ദി. കർത്താവേ, ഇപ്പോൾ സൗഖ്യത്തിൻ്റെ, വിടുതലുകളുടെ, എഴുന്നേൽപ്പിൻ്റെ സമയമാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അധികമായ നന്മകൾ ചെയ്യട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുവരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.